ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ്. ഒരു 2 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതൊരു 1 ഇയർ ആയുള്ളൂ ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നെപ്പോലെ തന്നെയല്ലേ എല്ലാവരും. ഇപ്പം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം, പ്രത്യേകിച്ച് ഗേൾസിനും അതുപോലെ തന്നെ എല്ലാവർക്കും, വുമൻസിനും എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഡെസ്കി സ്കിൻ ടോണാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തരത്തിലുള്ള കമ്പനീസ് ആണ്. നമുക്ക് എന്തായാലും എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ് ഒന്ന് പരിചയപ്പെട്ടാലോ. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. വീഡിയോയിലൊക്കെ പോയാലോ. അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ലാക്മിയുടെ ഫോറവർ മാറ്റ് റേഞ്ചിൽ വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നൂഡ് പിങ്കാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാവോ എന്ന് എനിക്കറിയത്തില്ല എത്രത്തോളം ഫോക്കസ് ആവുന്നുണ്ടെന്ന്. ഇതാട്ടോ ഇതിൻ്റെ എക്സാക്ട് ഷെയ്ഡ് വരുന്നത്, ഒരു പിങ്ക് ഷെയ്ഡാണ്. വേറൊരു ഷെയ്ഡാണ് ലാക്മിയുടെ ഫോറവർ മാറ്റിൽ വരെ തന്നെ വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂ ഡ്രീം ആണ്. ഇത് കുറച്ചുകൂടെ ഫെയർ സ്കിൻ ടോൺകാർക്ക് ചേരും കേട്ടോ. എൻ്റെ അമ്മ എന്നെക്കാളും കുറച്ചുകൂടെ ഫെയർ ആയതുകൊണ്ട് ആൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡാണിത്. ഇത് രണ്ടും എനിക്ക് വലിയ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. എന്നാൽ കുറച്ചുകൂടെ ഡസ്കി സ്കിൻ ടോൺ വരുമ്പോൾ ഇതായിരിക്കും. ഇത് കുറച്ചുകൂടെ വാം അണ്ടർ ടോൺ തരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ലിങ്ക് തരുന്നതായിരിക്കും. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. മറ്റേലും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതിന്. പിന്നെ വന്നിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ലിപ്സ്റ്റിക്ക് അവർ ലോഞ്ച് ചെയ്ത ടൈമിൽ അത്യാവശ്യം വൈറലായൊരു ഷെയ്ഡാണ്, ബ്രിക് ന്യൂഡ് എന്ന് പറയും. ഇത് വന്നിട്ട് പക്ഷേ എനിക്കിത് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്കും തോന്നിയിട്ടില്ല, അമ്മയ്ക്കും തോന്നിയിട്ടില്ല. ഒരുമാതിരി നമുക്ക് വെന്ത ചുണ്ട് കണക്കരുത്, ചുണ്ടില്ലാത്തൊരു ഫീലില്ലേ, അത്രയ്ക്ക് ന്യൂഡായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. അപ്പം ഇതിന് പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. എന്നത് ഒരുപാട് ലിപ്പ് അങ്ങനെ ഡ്രൈ ആകും ഒന്നുമില്ല. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംഫോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഡാർക്ക് ലിപ്സ്റ്റിക് ഇടും, പിന്നെ അതിൻ്റെ മേലെ ഈ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും. അപ്പം നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 ആ ഒരു അത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ. എൻ്റെ ഇരിക്കുന്ന ലിപ്സ്റ്റിക്ക് മിക്കതും ആ ഒരു 300 ബിലോയിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് കണ്ടോ, എനിക്ക് തോന്നുന്നു ഈ ഷെയ്ഡ് ഇല്ലാത്തവരായിട്ട് പെൺകുട്ടികൾ ആരും കാണത്തില്ല ഇപ്പം, കാരണം ഒട്ടുമിക്ക പേരുടെ കയ്യിലുണ്ട്. ഇത് അത്യാവശ്യം വൈറലായൊരു ഷെയ്ഡാണ്, നമ്മുടെ ഡാസ്ലറിൻ്റെ DL025, അതായത് ഇൻ ദ ഷെയ്ഡ് ഹേസൽനട്ട്. ആക്ച്വലി ഇതെൻ്റെ ഈ തീർന്ന ബോട്ടിലായിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു ബോട്ടിലുണ്ട്, അത് അമ്മേൻ്റെ കയ്യിലാണ്. അമ്മയാണ് ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും. ഈ ലിപ്സ്റ്റിക്ക് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അതായത് നമ്മുടെ ഡെസ്കി സ്കിൻ ടോൺകാർക്ക്, എനിക്ക് തോന്നുന്നു ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻ ടോൺകാർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇത് വന്നിട്ട് കുറച്ച് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലിപ്പിൽ ഇത് കുറച്ച് എന്താ പറയുക, കുറച്ച് ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഇതിന് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും. ഷെയ്ഡ് നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് കണ്ടില്ല, നല്ല ഡാർക്ക് ബ്രൗൺ ആണ്. ലിപ്സ്റ്റിക് ആണ്, അതായത് ലാക്മി അബ്സല്യൂട്ട് വേരിയൻറ്റിൽ വരുന്ന ഒരു മിനി ലിപ്സ്റ്റിക്ക്. ഇത് മിനി ആണെങ്കിലും സംഭവം ഭയങ്കര കൊള്ളാം കേട്ടോ, നല്ല ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പിങ്ക് ഫുഡ് പ്രിൻ്റ് ആണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ ആക്ച്വലി ഇത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, എനിക്ക് ഷെയ്ഡ് അറിയത്തില്ല. ഞാൻ ഈ പിങ്കിഷ്, എനിക്ക് ഈ ന്യൂഡ് പിങ്ക് ചേരുന്നതുകൊണ്ട് ഞാൻ ഈ പിങ്കിഷ് ടച്ച് വരുന്ന ലിപ്സ്റ്റിക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക്ക്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ബിഗിനേഴ്സിനൊക്കെ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് സെയിം. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 320ക്കാണ് ഞാൻ മേടിച്ചത്. ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 200 സംതിങ്ങിന് വരും. ഞാൻ എന്തോ ഒരു 320 അറൗണ്ട് ആ ഒരു പ്രൈസിനാണ് ഇത് മേടിച്ചത്. ഇതിൻ്റെ സിമിലർ ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അടുത്ത ലിപ്സ്റ്റിക്ക് കണ്ടോ, ഇതൊരു കുഞ്ഞൻ ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ഫേസസ് കാനഡയുടെ മിനി ലിപ്സ്റ്റിക്കാണ്. ഫേസസ് കാനഡയുടെ മിനി ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു പിങ്ക് കളർ കണ്ടിട്ട് ഓർഡർ ചെയ്തു. പക്ഷെ ഇത് സൂപ്പറാണ്. പിന്നെ എനിക്കിത് ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് ഇത് 3 എണ്ണമായിട്ടാണ് വരുന്നത്, 3 വേരിയൻ്റ് ആയിട്ട്. പക്ഷേ എനിക്ക് സിംഗിളായിട്ട് കിട്ടുന്നില്ല. ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സ്റ്റിൽ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡിൽ എനിക്കൊരു വലിയ ലിപ്സ്റ്റിക്ക് മേടിക്കുക. കാരണം ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലാസ്റ്റിംഗ്. ഞാൻ പല ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമെങ്കിലും ഒരു മാക്സിമം ഒരു 4 hours ഒക്കെ എനിക്ക് ഇരിക്കാവുള്ളൂ. അവർ 16 hours വരെ പറയുന്ന വരെ ലിപ്സ്റ്റിക്ക്. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. ഫുഡ് കഴിച്ചാലും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇതെല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു മോസ്റ്റായിട്ട്. ഇതൊരു സെയിം പിങ്ക് ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്ക് ഉണ്ടോ, ഇത് മൈഗ്ലാമിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് എനിക്ക് ഗൂഗിൾ പേയിൽ 1 രൂപയ്ക്ക് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. 99 rupees ഡെലിവറി ചാർജ് കൊടുത്തു. നല്ല ഹൈലി പിഗ്മെൻ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. എപ്പോഴൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, റിച്ച കളറായിട്ട് നിൽക്കും. വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുക, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല. പിന്നെ ഇത് പോരാഞ്ഞിട്ട് ഡ്രൈയും ആക്കുന്നുണ്ട് ലിപ്പ് കേട്ടോ. എന്നാലും കൊള്ളാം, നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, ഒരു മജന്ത റെഡ് കളർ.
പിന്നത്തെ വന്നിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു ലേഡി സ്റ്റോറിൽ നിന്ന് മേടിച്ച ലിപ്സ്റ്റിക്കാണിത്. ഡാസ്ലറിൻ്റെ റെഡ് ഷെയ്ഡ്. എനിക്ക് ഈ റെഡ് ഷെയ്ഡ് ഒരിടയ്ക്ക് എനിക്ക് ഈ റെഡ് കളർ ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഈ വലുത് മേടിക്കുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എന്തോ വന്നിട്ടില്ല. അപ്പോൾ ഈ ഞാൻ അവിടെ കയറിയപ്പോൾ ഇതിൻ്റെ ചെറുത് കണ്ടു. അപ്പോൾ ജസ്റ്റ് മിനി പാക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വലിയ ഷെയ്ഡ് മേടിക്കാമല്ലോ. അങ്ങനെ മേടിച്ചാൽ ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളിയാണ്. പക്ഷേ ഒരു പ്രശ്നം തോന്നി ഡ്രൈ ആവുക. എനിക്ക് തോന്നുന്നു എൻ്റെ ലിപ്പിൻ്റെ ആണ്. എനിക്ക് ഒരു മധുരപ്പെട്ട ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഡ്രൈ ആകുന്നു. ചിലപ്പോൾ എൻ്റെ ചിലപ്പോൾ എൻ്റെ ലിപ്പിൻ്റെ ആയിരിക്കും. പക്ഷെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് DL830 ആണ്. പിന്നെ ഇത് തന്നെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ഡാർക്കായിരിക്കും. ഇതും നമ്മുടെ ഹേസൽനട്ട് ഷെയ്ഡില്ല, അതായത് 25 ഡാസ്ലറിൻ്റെ തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുവാണെങ്കിൽ ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടും. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം നല്ല ഒരു അടിപൊളി റെഡ് ഷെയ്ഡ്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ് ഇത്. എനിക്ക് ആകെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കേ ഉള്ളൂ. ഇത് വന്നിട്ട് മെബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ റേഞ്ചിൽ വരുന്നുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 55 മേക്ക് ഇറ്റ് ഹാപ്പൻ ആണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷെയ്ഡെന്ന് പറഞ്ഞത്, എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പോവേണ്ട, ഒരു 650 രൂപ റേഞ്ചിൽ വരുന്നൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഒരിടയ്ക്ക് എനിക്കൊരു റെഡിനോട് ഭയങ്കര ഭ്രമം തോന്നിയ ടൈമിൽ മേടിച്ചതാണ്. അതുപോലെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഉണ്ട്, പക്ഷേ അതിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആയിരുന്നു വേണ്ടത്. ബൈ ദ ബൈ ഞാൻ ഈ ക്രയോണാണ് ഓർഡർ ചെയ്തത്. എന്തോ ചെയ്യാനാ മണ്ടി. ഞാൻ ഈ ഇൻഫ്ലുവൻസസിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൂടുതൽ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മുടെ ഗ്ലാമികങ്ങ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത സംഭവം ഇത്. പക്ഷേ കൊള്ളാം, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് എന്താ പറയുക ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രൈ ആകുക. പിന്നെ എന്തെങ്കിലും ഒരു ലിപ് ബാം ഒക്കെ ഇട്ടിട്ട് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും, നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു റെഡ് കളർ ഷെയ്ഡ് തന്നെയാണ് ഇത്. നമ്മുടെ മെബ്ലിൻ്റെ തന്നെ സെയിം റെഡ് വൈൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട റെഡിന് വേണ്ടി തന്നെ മേടിച്ചത്. ഇതും ഞാൻ ഇടയ്ക്കും തലക്കും വിലങ്ങും ഒക്കെ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. കാരണം ഇത്രയും കട്ടിയുള്ള സാധനങ്ങൾ, അത് ഇതുപോലെ ചുമന്നിരിക്കുന്ന സാധനങ്ങളൊന്നും എടുത്തിട്ടുകൊണ്ട് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. ആളുകൾ ചോദിക്കും. അല്ലെങ്കിൽ തന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോകുമ്പോഴേ ആൾ പറഞ്ഞു അവളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് നടക്കുന്ന അവളെ ജാടക്കാരി അങ്ങനെയൊക്കെയാണല്ലോ. കുറച്ച് ലിപ്സ്റ്റിക് ഇടുവാണെങ്കിൽ അങ്ങനെ തന്നെ ജാടക്കാരി, അല്ലെങ്കിൽ അവൾ അഹങ്കാരി, അങ്ങനെയാണ് നമ്മുടെ സമൂഹമൊക്കെ. അതിൻ്റെ കാര്യമില്ല. പിന്നെ എനിക്ക് തോന്നടാ ഇപ്പം എല്ലാവരും തന്നെ യൂസ് ചെയ്യും. എല്ലാവരും എൻ്റെ അമ്മയൊക്കെ നല്ലപോലെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. അതൊക്കെ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് മെബ്ലിൻ്റെ ഷെയ്ഡാണ്. ഇതോളം കഴിഞ്ഞ് തോന്നുന്നു എൻ്റെ ഉള്ള ലിപ്സ്റ്റിക്ക്. പിന്നെ എൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇടും. ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ടൊരു ബ്രൗൺ ഷെയ്ഡാണ്, അതായത് ബ്രൗൺ ഷെയ്ഡ്. ഇത് ഫെയർ, അതായത് ഡെസ്കി സ്കിൻ ടോൺ, അതുപോലെ കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്കും നല്ലപോലെ സ്യൂട്ട് ആവുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡെന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് അങ്ങനെ വെന്ത കണക്കിരിക്കുന്ന അല്ലല്ല, ചുണ്ടില്ലാത്ത പോലെ കണക്കിനുള്ള ന്യൂഡല്ല. നല്ലൊരു അതായത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോയെന്ന് അറിയാവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഈ പൊതുവെ ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഫാനല്ല. എനിക്ക് ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. എന്നിരുന്നാലും ഇത് എന്തിനോ എങ്ങനെയോ മേടിച്ച് എൻ്റെ മമ്മി ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് നമ്മുടെ കണ്ണിന് മേലൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ, വലിയ റേഞ്ചൊന്നും ഇല്ലടാ. ഇത് ഞാൻ 112 രൂപയ്ക്ക് മേടിച്ചത്, നിങ്ങൾക്കറിയാമോ? ഞാൻ ആദ്യമായിട്ട് മിന്ത്ര എടുത്ത ടൈമിൽ എനിക്ക് തോന്നി ഇത് ഓർഡർ ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് മിന്ത്ര എടുക്കുന്നത്. അങ്ങനെ ഞാൻ 112 രൂപയ്ക്ക് മേടിച്ചതാണ്. പക്ഷേ 112 രൂപ എന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ കുറച്ച് കളയാനേ പാടില്ല. ഇത് അടിപൊളി സാധനമാണ്, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. നല്ലപോലെ ഒന്നല്ല, ഒരു 3-4 മണിക്കൂർ. അതായത് ഈ 300 രൂപയുടെ ലിപ്സ്റ്റിക്കിനെ പോലെ തന്നെ ഈ 112 രൂപയുടെ സാധനം ലാസ്റ്റ്. ഈ സാധനം കണ്ടോ? നിങ്ങളവർക്ക് ഇതിനെന്തോ ഇവിടെ കാര്യമൊന്നും. ഇതെന്തുവാണെന്നറിയാവോ? ഇത് എർത്തൃതത്തിൻ്റെ ഒരു ലീപ്പ് ആൻഡ് ചെറ്റിൻ്റെ, അതായത് ഈ ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടപ്പെടാത്ത, അതായത് ലിപ്സ്റ്റിക് ഇടാനൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സുണ്ടിനിക്കനുസരിച്ച് ചുമല കളർ കിട്ടും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ ഈ ലിപ്സ്റ്റിക് കളക്ഷനോട് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ ആണല്ലോ, അതുകൊണ്ട് കാണിച്ചതന്നേ ഉള്ളൂ. ഞാനിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ചിക്കിലിടാനാണ് കേട്ടോ. ചീക്കിൽ എനിക്കിവിടെ ചുമന്ന് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഒന്നാമത് എൻ്റെ ഈ ഒരു ചമ്പി ഫേസ് ആയതുകൊണ്ട് കുറച്ച് ചുമന്ന് കൊടുത്തിരിക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗി ആയിക്കോട്ടെ, അങ്ങനെ നോർത്തും ഇത് സംഭവം കേട്ടോ. ഇത് കുറച്ച് 350 രൂപ 345 രൂപ ഒക്കെ ആകുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ ലിപ്പിലിടുന്നേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ചീക്കിലാട്ടോ ഇടുന്നത്. അപ്പം ഇത്രയ്ക്കുള്ള എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, വീട്ടിൽ എണ്ണാന്നോളം ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ലിപ് ബാം കൂടെ കാണിക്കും. ഞാൻ പല ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഫസ്റ്റ് ബേബി ലിപ്സ് ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. ഞാൻ നിവ്യ യൂസ് ചെയ്തു, ആ ഗുഡ് വൈബ്സിൻ്റെ വേറൊരെണ്ണം യൂസ് ചെയ്തു. അങ്ങനെ കുറേ യൂസ് ചെയ്ത് ഞാൻ ഒരിടയ്ക്ക് ഹിമാലയ ആയിരുന്നു യൂസ് ചെയ്തത്. അതിൻ്റെ സ്ട്രോബെറി നല്ലതാണ്. എനിക്ക് ചില ലിപ് ബാം ഇങ്ങനെ പീൽ ചെയ്ത് വരും നമ്മുടെ സ്കിന്ന്, ഈ ലിപ്പിലെ സ്കിന്ന്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കണ്ടുപിടിച്ചു പുതിയത് ഈ ഗുഡ് വൈബ്സിൻ്റെ. അവർ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്തതേ ഉള്ളെന്ന് തോന്നുന്നത്.
നമ്മുടെ ലിപ് ബാം ബീറ്റ്റൂട്ടിൻ്റെ. അപ്പം ഇത് നല്ല അടിപൊളി ലിപ് ബാം കേട്ടോ, നല്ല മോയ്സ്ചറൈസിങ് തരും, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും, നല്ലൊരു മോയ്സ്ചറൈസിങ് ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ് ബാം. ഞാൻ ഏതായാലും ഈ വീഡിയോ കാണിച്ചതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ കൂടുതൽ ഷെയ്ഡ്സും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ പാവപ്പെട്ടവരാണ്, കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ചൊക്കെ ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്നെപ്പോലെ സ്കിൻ ടോൺകാർക്കും ബിഗിനേഴ്സിനും ഒക്കെ കാണുമല്ലോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ത്വര. പിന്നെ കണ്ടന്റ് ഒന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടൊന്നും അല്ല, എല്ലാവർക്കും ഒന്ന് അറിയട്ടെന്ന് ഓർത്തെടുത്തിട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു 85% ആളുകളും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്. പിന്നെ ഇത്ര നേരം എന്നെ സഹിച്ച് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.